ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ മുറ്റം നല്ല അത്യാവശ്യം മുറ്റടിക്കാനുണ്ട് കേട്ടോ. നമുക്ക് തലേ ദിവസം മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചപ്പലും കുറേ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. മക്കൾ ഈ ടൈമിൽ ഉറങ്ങുകയാണ്. ഇത് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അടിക്കലൊക്കെ ഒരുവിധമല്ല മൊത്തത്തിൽ കഴിഞ്ഞ്. ഇനി ബാക്ക് ഭാഗം കൂടി ഉണ്ട് അടിക്കാൻ. കോഴിക്കൂട്ടിലൊരു കോഴിയുണ്ട് കേട്ടോ. ആ കോഴീനൊക്കെ വിട്ട് അത്യാവശ്യം മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഒന്ന് മക്കൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ സ്കൂൾക്ക് പോകാനും വേണ്ടിയിട്ട് ഞാൻ അവർക്ക് ചായയുടെ കടി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ കുറച്ച് പഴം ഉണ്ടായിരുന്നു. അത് പുഴുങ്ങിയിട്ട് 2 കഷ്ണം പുട്ടും 2 കുറ്റി പുട്ടും ഉണ്ടാക്കിട്ടോ. അപ്പോഴാണ് അടുത്ത വീട്ടിലെ താത്ത ഒരു ബൊമ്മ കൊടുന്നു തന്നത്. ആ ബൊമ്മ കൊടുന്ന് നോക്കുമ്പോൾ തുടങ്ങിയ അടിയാണ് ഇവിടെ. ആൾക്ക് കിട്ടിയില്ല, ഇയാൾക്ക് കിട്ടിയില്ല പറഞ്ഞിട്ട് ഇന്നടിക്കലായിരുന്നു ഓരോ പണി കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയുടെ ഒരു യൂട്യൂബ് പറഞ്ഞിട്ട് ഇന്നെ അടിക്കാൻ വരികയാണ്. അപ്പോൾ ഓനത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, മറ്റവർക്കൊന്നും കൊടുക്കാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓന് ഉറങ്ങുമ്പോൾ എടുക്കാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവറ്റിങ്ങളെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു ബൊമ്മ കിട്ടണം കേട്ടോ. ബൊമ്മ കളിക്കണമൊക്കെ മേടിക്കലുണ്ട്, ചെറിയ സാധനങ്ങളാണ് മേടിച്ചു കൊടുക്കൽ. ഇങ്ങനത്തെ ഒന്നും ഇതുവരെയും മേടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ പിന്നെ അതാ മക്കൾക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്ന്. പുട്ടും പഴം പാട മിക്സാക്കിയിട്ട് വാരി കൊടുക്കുകയാണ് കേട്ടോ രണ്ടാൾക്കും. മൂത്തോള് പിന്നെ പഴം പുട്ടും പാട അങ്ങനെ കഴിക്കൂല. അവൾക്ക് ഞാൻ എന്താക്കി മീൻചാറ് വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ അവൾ അങ്ങനെ വാരി തിന്നാന്ന് പറഞ്ഞു. മോൾക്കാ ഇപ്പം എങ്ങനെ കൊടുക്കുക? തിന്നോ? ഒന്നും കൊടുക്കൂല അത് എനിക്ക് മാത്രം. പിന്നെ മക്കളെ പറഞ്ഞയച്ചതിന് ശേഷം ചോറ് വെക്കാനും വേണ്ടിയിട്ട് നിന്നിട്ടോ. ചോറ് വെക്കല്ല, തലേ ദിവസത്തെ ചോറ് തിളപ്പിക്കുക. അപ്പോൾ ഇന്ന് ചിരങ്ങക്കറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചിരങ്ങ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കടുകിട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽക്കും വേണ്ടിയിട്ട് ഉണക്കലുണ്ടായിരുന്നു, ഉണക്കമാന്തൾ പൊരിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നേരാക്കി. പിന്നെ മക്കളെ ഉച്ചക്ക് വിടുന്നു സ്കൂൾ. അപ്പോൾ ഓറ്റങ്ങളെ വിളിക്കാനൊക്കെ പോയി അതൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ഇതാ ഉച്ചകൾക്കും വേണ്ടിയിട്ട് ചിരങ്ങക്കറിയാണ് കേട്ടോ. ചിരങ്ങ ഉപ്പിട്ട് തോന്നിക്കൂലെ, അങ്ങനത്തെ ഒരു കറിയാണ്. അവസാനം കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ ഇതാ ഉണക്കമാന്തൽ ഉണ്ടായിരുന്നു, അത് പൊരിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്ക് മക്കൾക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് സ്കൂൾ വിട്ട് വന്ന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടോ. അപ്പോഴാണ് ബാങ്കിൽ നിന്നും മാനേജർ വന്നത് കേട്ടോ. ഞങ്ങളാകെ പേടിച്ച് എന്തിനാണാവും വിചാരിച്ച്. അപ്പോഴാണ് അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. 31-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം, അത് പറയണം. അതിൻ്റെ വിവരങ്ങൾ അറിയിക്കാനാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത് എന്നാണ് ബാങ്ക് മാനേജർ പറഞ്ഞത്. ഈ മാസം 31-ാം തീയതി പറഞ്ഞിട്ടുണ്ട് അവസാന തീയതി കേട്ടോ. അപ്പോൾ ഞങ്ങളാകെ പേടിച്ച് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ഞാനും മീൻപാട് എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവരങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ട് പോയിട്ടോ. എന്തെങ്കിലും ചെയ്യാതെ പറ്റൂല എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാനേജർ 2-ാമത്തെ വട്ടമാണ് കേട്ടോ വരുന്നത്. പിന്നെ അവർ പോയതിൻ്റെ ശേഷം അത്യാവശ്യം വെള്ളം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചേച്ചി മോട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഉള്ള പാത്രങ്ങളിലൊക്കെ ഞങ്ങളപ്പോൾ വെള്ളം നിറച്ച് വെച്ചിട്ടാണ്. കിണറ്റിലൊന്നും തീരെ വെള്ളമില്ല. അപ്പോൾ കിണർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തീരെ വെള്ളമില്ല കേട്ടോ. കിണറിൻ്റെ അവസ്ഥയാണിത് കേട്ടോ. കണ്ടില്ലേ? ആ ഭാഗത്ത് വീഡിയോ കാണുന്ന ആരുടെ വീട്ടിലേലും വെള്ളം ഉണ്ടോ ഇല്ലേ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ രാത്രിക്കാലത്തെ രാത്രി നോമ്പറക്കാനും വേണ്ടിയിട്ട് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഇങ്ങനെ മസാല ആക്കി വെക്കും. മസാല ആക്കി വെച്ചതിന് ശേഷം ഉള്ളിയും
ഉള്ളിയും തക്കാളി ഇഞ്ചിയും പച്ചമുളകൊക്കെ പാടിട്ടിട്ട് മസാല ഒക്കെ പാടെ വഴറ്റിയിട്ട് അതിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് ഇറച്ചി അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് വിസിലടിച്ച ഇറച്ചിക്കറി. അങ്ങനെയാണ് ഞാൻ ഇറച്ചിക്കറി ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ വെക്കുക, ചില ദിവസങ്ങളിൽ വേറെ രീതിയിലാണ് വെക്കുക. ഇന്നിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോമ്പിന് കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിറ്റ് കിട്ടിയതിൽ നെയ്ച്ചോറിൻ്റെ അരിയും അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാടുന്ന് നമുക്കിന്ന് ഏതായാലും ഇറച്ചി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് വെക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നെയ്ച്ചോറാണ് കേട്ടോ ഒന്ന് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ എന്താ പറയുക, ക്യാരറ്റും ഉള്ളിയും അതിൻ്റെ പാക്കറ്റിലത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ, എനിക്ക് പിന്നെ കണക്കൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഉണ്ട് ഇടും, മനക്കണക്കാണ് കേട്ടോ. അങ്ങനെ ഉണ്ട് ഈ അരി ഞാൻ ആദ്യം ഒന്ന് റോസ്റ്റാക്കും, ഒന്നിനും ഒട്ടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ കാട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ മൂടിയൊക്കെ ഉണ്ടോ ചെയ്യുക, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ മൂടി വെച്ചാൽ നെയ്ച്ചോറ്, അതിലാണ് ഞങ്ങൾ നെയ്ച്ചോറ് പറയിട്ട്. അങ്ങനെ ഉണ്ട് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാം. പിന്നെ അങ്ങനെ ഉണ്ട് അത്യാവശ്യം വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വെച്ചണ വരെ അങ്ങനെ കത്തിച്ചിട്ടാണ്. അതിൻ്റെ മേലെ കാനൽ കോരിയിടുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതാ നെയ്ച്ചോറൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വീഡിയോ എടുത്തില്ല കേട്ടോ. നാരങ്ങ വെള്ളം കുടിച്ച് പിന്നെ മക്കൾക്കും ഞങ്ങളും കൂടിയിട്ട് ചോറ് തിന്നുക ചെയ്ത് കേട്ടോ. അപ്പോൾ ചോറ് മക്കൾക്കൊക്കെ കൊടുത്ത് നെയ്ച്ചോറൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കട്ടൻ ചായയും നെയ്ച്ചോറും പാടെ തിന്നിട്ടാ. പിന്നെ കുറച്ച് കച്ചമ്പറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അത് മാത്രം മതി. ഒന്ന്